ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓട്സും പഴവും കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 അച്ച് ശർക്കരയിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ശർക്കര പാനിയാക്കി അലിയിപ്പിച്ച് തിളപ്പിച്ച് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു പാനിലോട്ട് 2 കപ്പ് ഓട്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതാണ് ഷുഗർ ഉള്ളവർക്കും അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓട്സ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. കാരണം നമ്മളിത് വെള്ളത്തിലോ പാലിലോ ഒന്നും വേവിച്ചെടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതുപോലെ നല്ലപോലെ റോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ല് വരും. അതുവരെ നല്ലപോലെ നമ്മൾ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ അത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതാ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം, ചെറുതായി തണുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്ത സമയം കൊണ്ട് ഓട്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തണുത്ത് പോകാനായിട്ട് നിൽക്കണ്ട, ഇതുപോലെ ചെറിയൊരു ചൂടോടെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പോടെ ഇതൊന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു പരുവത്തിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ അധികം നെയ്യ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതാ പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പഴം നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും പഴവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ചൂടോടെയോ തണുത്തതിന് ശേഷമോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി കൂടി ഞാനൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ശർക്കരപ്പാനിയേ ഉള്ളൂ, അത് വറ്റി പോകാതിരിക്കാനായിട്ടാണ് തീ ഓഫ് ചെയ്തത്. അതിനുശേഷം പഴം നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല പോലെ പഴമൊന്ന് ഉടച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരച്ചെടുക്കുന്ന പോലെ വേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഈ ഒരു പരുവത്തിൽ പഴം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പഴം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനി വറ്റിപ്പോകും, നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഞാൻ ശർക്കരയിൽ ഉണ്ടാക്കുന്ന എല്ലാ പലഹാരത്തിലും കുറച്ച് പഞ്ചസാര ഒന്ന് ചേർക്കാറുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച ഓട്സിൻ്റെ പൗഡർ പകുതി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പകുതി ആദ്യം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ പകുതി ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പകുതി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഒത്തിരിയുള്ള സമയത്ത് ഓട്സ് ചേർത്ത് കൊടുക്കരുത്. ശർക്കരപ്പാനി ഒന്ന് വറ്റി ചെറിയ നനവുള്ള സമയത്ത് വേണം ഇതുപോലെ ഓട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഒത്തിരി വെള്ളമുള്ള സമയത്ത് ഇതുപോലെ ഓട്സിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ ഓട്സിന് തന്നെ ഒരു വഴുവഴുപ്പുണ്ട്. നമുക്ക് വെള്ളത്തിലോ പാലിലോ വേവിക്കുമ്പോൾ അറിയാവുന്നതാണ്. ആ ഒരു വഴുവഴുപ്പായിരിക്കും നമ്മുടെ പലഹാരത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് ശർക്കരപ്പാനി ഒന്ന് വറ്റി ചെറിയൊരു നനവുള്ള സമയത്ത് വേണം ഇതുപോലെ ഓട്സിൻ്റെ പൊടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഓട്സിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ വേണം നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്ത് ഈ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് ഈ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ പാനിയിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം.
ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കുഴച്ച് നമ്മൾ മാവ് സോഫ്റ്റാക്കി എടുക്കുന്ന പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് ഒന്നിച്ച് കൂട്ടി വെച്ചതേ ഉള്ളൂ. ഇനി ഇതാ 2 കൈയിലും കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനായിട്ട്. കയ്യിൽ ആവശ്യത്തിനുള്ള ഇതെടുത്തിട്ട് നല്ല പോലൊന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചും ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ലഡുവാണിത്. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിന് ശേഷം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഡ്രൈ കോക്കനട്ടിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് പിസ്തയുടെ പീസാണ് ഇട്ടിരിക്കുന്നത്. പിസ്ത ഞാൻ ആ കൂട്ടിലോട്ട് ചേർക്കാൻ വേണ്ടി പൊടിച്ചതായിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് തേങ്ങയിലോട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ആ ഓട്സിൻ്റെ പൊടി ചേർക്കുന്ന സമയത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചൊന്ന് തേങ്ങയിലോട്ട് മിക്സ് ചെയ്തൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് നട്ട്സ് കൂടി ഇട്ടുണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കും. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് അത് ഇടാതിരുന്നത്. ഇതുപോലെ മുഴുവനും നമുക്ക് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ ഇപ്പം മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഷുഗർ ഉള്ളവർക്കോ വെയിറ്റ് ലോസ് എടുക്കുന്നവർക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ലഡുവാണ്. കുട്ടികൾക്ക് ഇതിനൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള നല്ല ഒരു ലഡു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്